രണ്ട് തുല്യ ശക്തികളാണെന്ന് നേർക്കുനേർ വന്നത്. മുംബൈയും ഗുജറാത്തുമാണെന്ന് ഏറ്റുമുട്ടിയത്. ആര് ജയിക്കുമെന്ന് പറയാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു കാര്യങ്ങൾ. അതുപോലെയാണ് രണ്ട് ടീമുകളും ഇന്ന് ഏറ്റുമുട്ടിയത്. അപ്പോൾ ഇന്നത്തെ കളിയെ പറ്റിയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. പ്ലേ ഓഫിലെ രണ്ടാമത്തെ മാച്ചായിരുന്നു ഇന്ന്. മുംബൈയും ഗുജറാത്തും നേർക്കുനേർ വന്നപ്പോൾ ആവേശകരമായ മത്സരമാണ് ആരാധകർ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നത്. അതുപോലെ തന്നെ ഇന്ന് നടന്നിരിക്കുകയാണ്. ഇന്ന് ഫസ്റ്റ് ബാറ്റ് ചെയ്തത് മുംബൈ ആയിരുന്നു. മുംബൈക്ക് ഇന്ന് സ്വപ്ന തുടക്കമാണ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. രോഹിത് ശർമ്മ അടിച്ചു കളിച്ചു. 81 റൺസാണ് രോഹിത് ശർമ്മ ഓപ്പണിംഗിൽ നേടിയത്. 4 6ഉം 9 4ഉം രോഹിത്തിന്റെ ബാറ്റിൽ നിന്ന് പറഞ്ഞു. ഗുജറാത്തിനെ ശരിക്ക് കിട്ടി. അതുപോലെ തന്നെ രോഹിത്തിന് കൂട്ടായിട്ട് ഓപ്പണിംഗിൽ വന്നത് ജോണി ബെയർസ്റ്റോ ആയിരുന്നു. അദ്ദേഹം ഇന്ന് മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. പിന്നീട് വന്നവരെല്ലാം തന്നെ മികച്ച കളിയാണ് കാഴ്ചവെച്ചത്. സൂര്യകുമാർ 33 റൺസ് എടുത്തിട്ടുണ്ടായിരുന്നു. തിലക് വർമ്മയും അടിച്ചു കളിച്ചു. അവസാനം ഹാർദിക് പാണ്ഡ്യയും ഫോമായപ്പോൾ മികച്ച റൺസാണ് മുംബൈ ടീമിന് ഇന്ന് കിട്ടിയത്. 20 ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 228 റൺസാണ് മുംബൈ ടീം ഇന്ന് അടിച്ചുകൂട്ടിയത്. രോഹിത് ശർമ്മയായിരുന്നു മുംബൈ ടീമിലെ ടോപ്പ് സ്കോറർ. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ ഗുജറാത്ത് ടീം ഒരുക്കമല്ലായിരുന്നു. ഗുജറാത്ത് സെക്കൻഡ് ബാറ്റിംഗിന് ഇറങ്ങി. പക്ഷേ ഗുജറാത്തിന് തുടക്കം തന്നെ പിഴയ്ക്കുന്ന കാഴ്ചയാണ് കാണാൻ സാധിച്ചത്. സായ് സുദർശനും ഗില്ലുമായിരുന്നു ഇന്നിംഗ്സ് ഓപ്പൺ ചെയ്തത്. കളിയുടെ ആദ്യ ഓവറിലെ 4ാം ബോളിൽ തന്നെ ശുഭ്മാൻ ഗില്ല് ഔട്ടായി മടങ്ങി. ട്രെന്റ് ബോൾട്ടാണ് മുംബൈ ടീമിനെ ആദ്യ ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. എന്നാൽ കളി വിട്ടുകൊടുക്കാൻ സായ് സുദർശൻ ഒരുക്കമല്ലായിരുന്നു. സായ് സുദർശൻ ഒരു ഭാഗത്ത് അടിച്ചു കളിച്ചു. വാഷിംഗ്ടൺ സുന്ദർ നല്ലൊരു സപ്പോർട്ടാണ് സായ് സുദർശനെ കൊടുത്തിട്ടുണ്ടായിരുന്നത്. 48 റൺസാണ് വാഷിംഗ്ടൺ സുന്ദർ ഇന്ന് നേടിയത്. ബുംറയാണ് മുംബൈ ടീമിന് ബ്രേക്ക് ത്രൂ സമ്മാനിച്ചത്. സായ് സുദർശൻ ഇങ്ങനെ ഫോം ആകുമെന്ന് മുംബൈ ടീം ഒരിക്കലും കരുതിയില്ല. ഗുജറാത്ത് മാക്സിമം വിക്കറ്റ് കളയാതെ പിടിച്ചു നിന്നു. എങ്കിലും മുംബൈ ടീം അവരുടെ വിക്കറ്റ് നേടുന്നുണ്ടായിരുന്നു. 170 റൺസിൽ 4 വിക്കറ്റ് ഗുജറാത്തിന്റെ പോയി. വളരെ ആവേശമായ മത്സരമായിരുന്നു ഇന്നത്തേത്. ഇന്നത്തെ കളിയെ പറ്റി വിലയിരുത്തിയാൽ രണ്ട് ടീമും നന്നായിട്ട് കളിച്ചിട്ടുണ്ട്. കളിയെ പറ്റി നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.